നീറ്റ് പരീക്ഷാ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ ചില ശക്തികൾ ഹൈജാക്ക് ചെയ്തെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നീറ്റ് വിഷയം തന്നെ അപ്രസക്തമാക്കുന്ന അക്രമത്തിലേക്ക് പ്രതിഷേധം വഴിമാറിയിരിക്കുകയാണ്. പാർലമെന്റിലെ ചർച്ചയെ കോൺഗ്രസ് എന്തിന് ഭയക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കുവാനുള്ള അവസരമുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ. സംഭവിച്ചത് ഒരു കുറ്റകൃത്യമാണ്. കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തെ ചില ശക്തികൾ ഹൈജാക്ക് ചെയ്തുവെന്നും നീറ്റ് എന്ന വിഷയം ഇല്ലാതാക്കി പ്രതിഷേധത്തെ അക്രമമാക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുട്ടികൾക്ക് അവരെ സങ്കടവും അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉള്ള അവകാശം ഈ സർക്കാരും ഞങ്ങളെ പാർട്ടി സമ്മതിക്കുന്നു. അത് ആദ്യം മുതൽ പറയുന്നതാണ്. അവരുടെ പേരിൽ ആ പ്രൊട്ടസ്റ്റിൻ്റെ മുതലെടുത്ത് ചില ഇൻട്രസ്റ്റ്, ചില ഫോഴ്സസ് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. വിഷയം നീറ്റല്ല, നീറ്റ് മാറ്റിവെച്ച് നരേന്ദ്രമോദിജി ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം. നീറ്റ് പരീക്ഷാ ചോർച്ച ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നുവെന്നും ബി.ജെ.പി. അധ്യക്ഷൻ ചോദിച്ചു. ജനാധിപത്യ രീതിയനുസരിച്ച് പാർലമെന്റിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുവാനുള്ള അവകാശമുള്ളപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അതിൽ ഭയക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശനമുയർത്തി. സ്റ്റുഡൻസ് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ പോയില്ല. എന്തുകൊണ്ട്? ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പാർലമെന്റ് ഡിസ്കഷൻ അവർ ചോദിക്കുമ്പോൾ സർക്കാർ അത് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് അത് ചെയ്യാണ്ട് ഇരിക്കാനൊരു എന്താണ് അവർക്കൊരു ഹെസിറ്റേഷൻ? യുവതലമുറയ്ക്കായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2013 വരെ 80% യുവാക്കൾക്ക് വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ നിന്ന് തൊഴിലവസരവും വിദ്യാഭ്യാസ അവസരങ്ങളും വർദ്ധിപ്പിച്ച് യുവജനതയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.